എല്ലാവർക്കും എൻ്റെ പ്രണാമം. 89-ാം പദ്യം മുതലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. 88-ാം പദ്യത്തിൽ എല്ലാം ഉള്ളത് തന്നെ എപ്പോൾ എല്ലാം ഒന്നായി അനുഭവിച്ചാൽ, സർവം ബ്രഹ്മമയം എന്നനുഭവിച്ചാൽ എല്ലാം ഉള്ളത് തന്നെ. പലത് ഉണ്ടെന്ന് തോന്നിയാലാണ് ഭ്രമം. തത്വചിന്ത ഉറച്ചാൽ ഇത് സാധ്യമാവും. എങ്ങനെയാണ് തത്വചിന്ത ഉറക്കേണ്ടത്? അക്കാര്യമാണ് 89-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. അറിവിലിരുന്ന് അസദസ്ഥിയൻ അസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്നറിയണം ഈ അറിവൈകരൂപ്യമേകം. ഒന്ന് ചിന്തിച്ചാൽ മതി. രണ്ടു തരം അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഉണ്ട്, മറ്റൊന്ന് ഇല്ല. ഇപ്പോ കുടമുണ്ട്, അവിടെ വസ്ത്രം ഇല്ല. അപ്പോ അസത് അസ്ഥി, അസത് ഇല്ല, അസ്ഥി ഉണ്ട്. ഈ രണ്ടനുഭവത്തിൽ കവിഞ്ഞ് മൂന്നാമതൊരനുഭവം സാധ്യമല്ല. അപ്പോൾ ഉണ്ട് ഇല്ല എന്നീ രണ്ടനുഭവവും അല്പമൊന്ന് ആലോചിച്ചാൽ ബോധത്തിൽ സംഭവിക്കുന്ന അനുഭവങ്ങളാണ്. ബോധമില്ലയോ ഈ രണ്ടനുഭവവുമില്ല. ഇല്ല എന്ന അനുഭവം പോലും സംഭവിക്കുന്നത് ബോധത്തിലാണ്. ഇത് ഏത് കൊച്ചുകുഞ്ഞിനും മനസ്സിലാകുമല്ലോ. ബോധം ഇല്ലാതെ ഇല്ല എന്നനുഭവിക്കാൻ പറ്റുമോ? ഏതെങ്കിലും വസ്തു ഇല്ല എന്നനുഭവിക്കണം. ബോധമില്ലാതെ പറ്റുമോ? ഉണ്ട് എന്നനുഭവിക്കണം. ബോധമില്ലാതെ പറ്റില്ലല്ലോ. ഈ രണ്ടനുഭവമേ ഉള്ളു താനും. ഈ രണ്ടനുഭവവും ബോധത്തിൽ ഉണ്ടായി മറയുന്നു. ബോധമാണെങ്കിൽ ഉണ്ടാകാതെ മറയാതെ സ്ഥിതി ചെയ്യുന്നു. ബോധത്തിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്ന ഈ രണ്ടനുഭവവും ബോധം തന്നെ. കാരണം ബോധമില്ലെങ്കിൽ അനുഭവം ഇല്ല. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും ബോധമയം എന്നുറപ്പിക്കുക, ബ്രഹ്മമയം എന്നുറപ്പിക്കുക. അറിവിലിരുന്ന് ബോധത്തിൽ നിന്ന് അസത് അസ്ഥി എന്നിവണ്ണം ഇല്ല ഉണ്ട്, അസത് ഇല്ല, അസ്ഥി ഉണ്ട് എന്നിവണ്ണം പൊരി ഇളകും. അഗ്നിയിൽ നിന്നും തീപ്പൊരി ഇളകിച്ചലിക്കുന്നത് പോലെ, അഗ്നിയിൽ നിന്നും ഇളകിച്ചലിക്കുന്ന തീപ്പൊരി എല്ലാം അഗ്നി തന്നെയാണല്ലോ. അതുപോലെ ബോധത്തിൽ നിന്ന് ഇല്ല ഉണ്ട് എന്ന രണ്ടനുഭവങ്ങൾ തീയിൽ നിന്ന് തീപ്പൊരി ചിതറും പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം ബോധമാണ് എന്നത്യന്തം സ്പഷ്ടം. അറിവിലിരുന്ന് അസദസ്ഥി ഇല്ല ഉണ്ട് എന്നിവണ്ണം പൊരി ഇളകി, തീയിൽ നിന്നും പൊരികൾ ചിതറുന്നത് പോലെ അസദസ്ഥി എന്നിവണ്ണം പൊരി ഇളകി ഭുവനം സ്ഫുരിക്കയാലേ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ രണ്ട് അറിവിലും ഒതുങ്ങി നിൽക്കുന്നു. സൂര്യനുണ്ട്, അവിടെ ചന്ദ്രനില്ല. അല്ലെങ്കിൽ ചന്ദ്രനുണ്ട്, സൂര്യനില്ല. ഈ രണ്ടറിവല്ലേ ഉള്ളൂ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ മൂന്നാമതൊരറിവില്ല. ഈ രണ്ടറിവും തീയിൽ നിന്ന് പൊരി ഇളകി ചലിക്കുന്നത് പോലെ ബോധത്തിൽ നിന്നുണ്ടായി ചലിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ തീപ്പൊരികളെല്ലാം തീ ആയിരിക്കുന്നത് പോലെ ഈ രണ്ട് അറിവുകൾ ഉൾപ്പെട്ട പ്രപഞ്ചം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടായിക്കോട്ടെ, അറിവ് മാത്രം, ബോധം മാത്രം. അറിവിലിരുന്ന് അസദസ്ഥി എന്നിവണ്ണം പൊരി ഇളകി ഭുവനം സ്ഫുരിക്കയാലേ, ഭുവനം അനുഭവപ്പെടുന്നത് കൊണ്ട് അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല
തീപ്പൊരി ചിതറുമ്പോൾ തീയല്ലാതെ മറ്റൊരു വസ്തു വേറെ ഇല്ല. അതുപോലെ അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ല എന്നറിയണം എന്ന് നമുക്കൊക്കെ തീരുമാനിക്കാൻ എന്താ പ്രയാസം? ഈ അറിവ് ഐകരൂപ്യമേവും, ഈ അറിവ് ഒന്നേ ഉള്ളൂ എന്ന തത്വനിശ്ചയം ഉറപ്പാക്കും. അതാണ് 88-ാം പദ്യത്തിൽ പറഞ്ഞത്. സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹനിതു സർവവും ഏകമായി ഗ്രഹിക്കും. തത്വചിന്തയിൽ ഉറപ്പ് വന്ന ആളുകൾ എല്ലാ അനുഭവങ്ങളും ഒന്നാണ് എന്ന് മനസ്സിലാക്കും. കൃഷ്ണൻ പറയുന്നത് പോലെ വ്യവസായാത്മിക ബുദ്ധിരേഖ, സത്യനിശ്ചയം എന്ന ബുദ്ധി ഒന്ന് മാത്രം. സർവം ബ്രഹ്മമയ ഈശാവാസ്യമിതം സർവം. ശരി, അതൊക്കെ ശരി. പക്ഷെ ഈ മായ സത്യത്തെ മറച്ചു കളയുന്നുണ്ടല്ലോ. അതിനുത്തരമാണ് 90-ാം പദ്യം. അനർത്ഥം ഒരസ്ഥിതയെ മറയ്ക്കയില്ലെന്ന് അനുഭവമുണ്ട്. സദസ്ഥിയെന്നിവണ്ണം അനുഭവം അസ്ഥിതയാലിതാവൃതം സദ്ഘനമതിനാലെ കളയപരാതി കാര്യം. സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണല്ലോ പ്രസിദ്ധമായ ബ്രഹ്മനിർവചനം. സത്ത്, ചിത്ത്, ആനന്ദം. വാസ്തവത്തിൽ ഇവ മൂന്ന് തന്നെ. ആനന്ദമനുഭവിക്കുന്നിടത്ത് സത്തും ചിത്തും ആനന്ദവുമായി ഏകീഭവിക്കുന്നു. മായ ഈ സച്ചിദാനന്ദരൂപങ്ങളെ മറച്ചിട്ടാണ് പുതിയ പുതിയ കാഴ്ചകളെ ഉണ്ടാക്കുന്നത്. എന്നാൽ പൂർണ്ണമായി മറയ്ക്കുന്നുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. മായയ്ക്ക് ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദ രൂപം പൂർണ്ണമായി മറയ്ക്കാനേ സാധ്യമല്ല. ആനന്ദമനുഭവിക്കുന്നിടത്ത് മൂന്നും ഒരുമിക്കുന്നു. ഉണ്ട്, ആനന്ദമുണ്ട്, അത് ബോധമാണ്. ആനന്ദമുണ്ട്, ബോധമാണ്. ബോധമില്ലെങ്കിൽ ആനന്ദം അനുഭവപ്പെടില്ലല്ലോ. ശുദ്ധമായ ആനന്ദം. അപ്പോൾ ആനന്ദവും ബോധവും ഉണ്മയും. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ, ചിത്തം എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം. വാസ്തവത്തിൽ ഇവ ഒന്ന് തന്നെ. മായ ഇവയെ ചില കാഴ്ചകളുണ്ടാക്കി കുറേശ്ശെ മറയ്ക്കുന്നു. ആനന്ദമനുഭവിക്കുന്ന സ്ഥലത്ത് ഈ മൂന്നും ഒരുമിക്കുന്നു. ഏതാനന്ദവുമാവട്ടെ, പാട്ട് കേട്ട് നല്ല ആനന്ദം. ആ ആനന്ദ സ്ഥലത്ത് ആനന്ദമുണ്ട്, ബോധമുണ്ട്, ആനന്ദമുണ്ട് എന്ന ഉണ്മയുണ്ട്. അപ്പോൾ ഉണ്മയും ബോധവും ആനന്ദവും ആനന്ദാനുഭവത്തിൽ ഏകീഭവിക്കുന്നു. മൂന്നുമുണ്ട്. മായ എന്ത് ചെയ്യുന്നു? ഈ ആനന്ദത്തെ മറച്ചിട്ട് ചില സ്ഥലങ്ങളിൽ ഉണ്മയും ബോധവും മാത്രമേ പ്രകടമാക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ എന്ന അഹം, ഞാനുണ്ട് എന്ന് കരുതുന്നിടത്ത് ബോധവും ഉണ്മയും, ഉണ്ട് എന്ന ഉണ്മയും ഞാൻ എന്ന ബോധവും ഒരുമിക്കുന്നു. ആനന്ദമില്ല. വെറുതെ ഞാനുണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് ആനന്ദമില്ലല്ലോ. ആനന്ദം മറച്ചു കളഞ്ഞിരിക്കുന്നു മായ. കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നാൽ വെറും മാറ്റർ, ഞാനെന്നുള്ളിടത്ത് മാത്രമല്ല ആനന്ദത്തെ മറയ്ക്കുന്നത് ഭയം, ക്രോധം, പരസ്പരമാത്സര്യം തുടങ്ങിയ മനോവികാരങ്ങളിലും ആനന്ദം മറഞ്ഞു പോയിരിക്കുന്നു. ബോധവും ഉണ്മയും ഉണ്ട്, ഭയമുണ്ട്, ഉണ്ട് എന്ന് ഉണ്മ അനുഭവിക്കുന്നു. അത് ബോധപൂർവം അനുഭവിക്കുകയാണ്. ബോധമില്ലെങ്കിൽ ആ അനുഭവം സാധ്യമല്ല. അതുകൊണ്ട് ഭയം, ക്രോധം, കോപം, മാത്സര്യം തുടങ്ങിയ വികാരങ്ങളിൽ ബോധവും ഉണ്മയും അനുഭവപ്പെടുന്നു. ആനന്ദം മറഞ്ഞു പോയിരിക്കുന്നു. ഭയമുണ്ട് എന്ന് തോന്നുന്നിടത്ത് ആനന്ദമില്ലല്ലോ. അതുപോലെ തന്നെ മാത്സര്യത്തിലും കോപത്തിലും ഒന്നും ആനന്ദമില്ല. ഇനി കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നാലോ, ശുദ്ധജഡം, ഇതാ കസേര അല്ലെങ്കിൽ മൺകട്ട, മാറ്റർ. അവിടെ എന്താ? മാറ്റർ, മൺകട്ട ഉണ്ട്.
എന്നാൽ ആ മൺകട്ടയിൽ ഉണ്മ മാത്രം അനുഭവപ്പെടുന്നു. ബോധമില്ല, ബോധം മറഞ്ഞുപോയിരിക്കുന്നു. വാസ്തവത്തിലുണ്ട്, മായ അതിനെ മറച്ചിരിക്കുകയാണ്. പക്ഷെ മൺകട്ടയിൽ ബോധമുള്ളതായിട്ട് നമുക്കറിഞ്ഞുകൂടാ. ആനന്ദം ഇല്ലേ ഇല്ല. അവിടെ ആനന്ദവും ബോധവും മറയ്ക്കപ്പെടുന്നു, ഉണ്മ അവശേഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശുദ്ധജലം മാറ്ററാണല്ലോ മായയുടെ കാഴ്ചകളിൽ ഏറ്റവും ഒടുവിലെത്തിയത്. പ്രാണൻ മുതൽ മായയാണ്. പ്രാണൻ സ്പന്ദിക്കുന്നു, മനസ്സ്, ആ മനസ്സ് പിന്നെ കട്ടിപിടിച്ച് ശുദ്ധജലം മാറ്ററായി മാറുകയാണ്. ആ ശുദ്ധജലത്തിലെത്തിയപ്പോൾ ഉണ്ട് എന്ന ഉണ്മയുടെ അനുഭവം മാത്രം. മൺകട്ടയുണ്ട്, മൺകട്ടയിൽ ബോധമുണ്ടോ ഇല്ല, ആനന്ദമുണ്ടോ ഇല്ല. അപ്പോൾ ഉണ്മ ആരുടെ അംശം? ബ്രഹ്മത്തിന്റെ അംശം. സച്ചിദാനന്ദം ബ്രഹ്മ, സത്ത് ചിത്ത ആനന്ദം, ഇവ മൂന്നും ചേർന്നതാണ് ബ്രഹ്മം. ആനന്ദവും ബോധവും മറയ്ക്കപ്പെട്ടു മൺകട്ടയിലും ശുദ്ധ ശരീരത്തിലും. ഒരു മൃതശരീരം കിടക്കുന്നു, അതിൽ ബോധവും ആനന്ദവും മറയ്ക്കപ്പെടുന്നു. പക്ഷെ ഉണ്മ ഉണ്ട് എന്നാണ് അതിനെ നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഉണ്മ നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മായയ്ക്ക് ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദം എന്ന 3 രൂപങ്ങളിൽ കഷ്ടിച്ച് ആനന്ദത്തെയും ബോധത്തെയും മറയ്ക്കാൻ കഴിയും. ഉണ്മയെ മറയ്ക്കാനേ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം ഉണ്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉണ്മ ബ്രഹ്മത്തിന്റെ വകയാണ്. അല്ല വേറെ എവിടെ ഉണ്മ ഉണ്ട് എന്ന അനുഭവം തന്നെ ബോധത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോ ബോധത്തിന്റെ ആ ഉണ്മ ഒരിടത്തും മറയ്ക്കപ്പെടുന്നില്ല. അങ്ങനെയും ചിന്തിച്ചാൽ സർവത്ര ബ്രഹ്മത്തെ അനുഭവിക്കാൻ സാധിക്കുമല്ലോ. സത്യത്തിന്റെ ചില ഭാഗങ്ങൾ മറഞ്ഞുപോയി, അത്രയല്ലേ ഉള്ളൂ. സത്യത്തിന്റെ ഒരു ഭാഗം എല്ലായിടത്തും വ്യക്തമായി തെളിഞ്ഞനുഭവിക്കുന്നുണ്ടല്ലോ, ഉണ്മ. അങ്ങനെയും സർവം ബ്രഹ്മമയമെന്നുറപ്പിക്കൂ. അതാണ് 90-ാം പദ്യം. അനൃതം ഒരസ്ഥിതയെ മറയ്ക്കയില്ല. അനൃതം മായ ഉണ്ടാക്കിക്കാണിക്കുന്ന ഈ അസത്യ ദൃശ്യങ്ങൾ, പ്രാണൻ മുതൽ, പ്രാണൻ മനസ്സ്, ഒടുവിൽ ശരീരം, ഈ അസത്യ ദൃശ്യങ്ങൾ ഒരസ്ഥിതയെ, ഇവിടെ അസ്ഥിത എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സത്യസ്ഥിതി, സത്യത്തിന്റെ യഥാർത്ഥ സ്ഥിതിയെ പൂർണ്ണമായി മറയ്ക്കയില്ല. ഇവിടത്തെ അസ്ഥിത എന്ന് പറഞ്ഞാൽ സത്യസ്ഥിതി. അനൃതം മായ ഉണ്ടാക്കി കാണിക്കുന്ന അസത്യം. അസത്യം സത്യത്തെ മറച്ചുകൊണ്ടാണ് വരുന്നത്. മായയുടെ ആദ്യത്തെ ജോലി തന്നെ സത്യത്തെ മറച്ചു കളയുകയാണ്. കേട്ടിട്ടില്ലേ? ആവരണം, വിക്ഷേപം. മായയ്ക്ക് 2 ഗുണങ്ങളാണ്, ആവരണം, വിക്ഷേപം. ആവരണം എന്ന് വെച്ചാൽ സത്യത്തെ മറയ്ക്കുക, വിക്ഷേപം പുതിയ കാഴ്ചകളെ ഉണ്ടാക്കി കാണിക്കുക. കയറിൽ പാമ്പ് കാണും പോലെ കയറിനെ മറയ്ക്കുക, അതാണ് ആവരണം. വിക്ഷേപം പാമ്പിന്റെ തോന്നലുണ്ടാക്കുക. ഇങ്ങനെ സത്യമായ സച്ചിദാനന്ദത്തെ മറയ്ക്കുകയും പുതിയ കാഴ്ചകളെ, അസത്യങ്ങളായ കാഴ്ചകളെ ഉണ്ടാക്കി ഭ്രമിപ്പിക്കുകയുമാണ് മായയുടെ ജോലി. പക്ഷെ പൂർണ്ണമായും സത്യത്തെ, അസ്ഥിതയെ, സത്യസ്ഥിതിയെ, അസ്ഥി ഉണ്ടായിരിക്കുക, അസ്ഥിത, ആ ഉണ്ടായിരിക്കലിന്റെ ഭാവത്തെ, യഥാർത്ഥ സത്യസ്ഥിതിയെ, അനർത്ഥം, കള്ളം, മായ ഉണ്ടാക്കി കാണിക്കുന്ന അസത്യദർശനങ്ങൾ അസ്ഥിതയെ മറയ്ക്കയില്ല, സത്യസ്ഥിതിയെ പൂർണ്ണമായും മറയ്ക്കയില്ല. മറയ്ക്കയില്ലെന്ന് അനുഭവമുണ്ട്. എങ്ങനെ അറിയാം? നമ്മൾ അനുഭവിക്കുന്നു. സത്യസ്ഥിതിയെ മായ അഥവാ മായയുടെ അസത്യദർശനം
പൂർണ്ണമായി മറയ്ക്കുന്നില്ല എന്ന് നമ്മൾ അനുഭവിക്കുന്നു. എന്താ? അനന്തം ഒരസ്ഥിതയെ മറയ്ക്കയില്ലെന്ന് അനുഭവമുണ്ട്. എന്താ? സദസ്ഥി എന്നിവണ്ണം ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ. സത് ഉണ്ട്, അസ്ഥി ഉണ്ട്. എന്തും ഇങ്ങനെയാണല്ലോ അനുഭവം. മറയ്ക്കയില്ല, അനുഭവമുണ്ട്. സദസ്ഥി എന്നിവണ്ണം മേശ ഉണ്ട് ഉണ്ട് എന്നല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. സൂര്യനുണ്ട് ഉണ്ട് ഉണ്ട് എന്ന അനുഭവം ഉണ്മയാണ്. ആ ഉണ്മ ബോധത്തിന്റെ, സത്യത്തിന്റെ, ബ്രഹ്മത്തിന്റെ മാത്രം അംശമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും സദസ്ഥി എന്നിവണ്ണം ഉണ്ട് ഉണ്ട് എന്നിപ്രകാരം അനുപദം അസ്ഥിതയാലിതാവൃതം. അനുപദം ഓരോ ചുവട്ടിലും അസ്ഥിതയാൽ. ഇവിടത്തെ അസ്ഥിത ഉണ്മ, ആദ്യത്തെ അസ്ഥിത സത്യസ്ഥിതി, രണ്ടാമത്തെ അസ്ഥിത ഉണ്മ. അതുകൊണ്ട് ഉണ്മയാൽ അനുപദം ഓരോ ചുവട് വയ്ക്കുമ്പോഴും അസ്ഥിതയാൽ ഉണ്മയാൽ ആവൃതം. ഈ ജഗത്ത് മുഴുവൻ ആവൃതം. എന്തുമുണ്ട് ഉണ്ട് എന്നാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ അസ്ഥിതയാൽ, ഉണ്മയാൽ ജഗത്ത് മുഴുവൻ ആവൃതം. എന്തിനിത് പറയുന്നു എന്ന് വെച്ചാൽ, ജഗത്തിനെ ബ്രഹ്മമായി കാണാൻ എന്ത് പ്രയാസം. അല്പം ഇതൊക്കെ ഒന്ന് ആലോചിക്കൂ. ആലോചിച്ചാൽ ബ്രഹ്മത്തിന്റെ ഉണ്മ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിലേത് ഘടകത്തെയും സദസ്ഥി, സദ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അസ്ഥി എന്ന് പറഞ്ഞാലും ഉണ്ട് 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 എന്നാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. സദസ്ഥി എന്നിവണ്ണം അനുപദം അസ്ഥിതയാൽ ഉണ്മയാൽ. അതോട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ അസ്ഥിത യഥാർത്ഥ സത്യസ്ഥിതി, രണ്ടാമത്തെ അസ്ഥിത ഉണ്മ. ഉണ്മയാൽ ഇതാവൃതം. ഈ ഭുവനം മുഴുവൻ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സദ്ഘനം അതിനാൽ കളയബരാതി കാര്യം. ശരീരം തുടങ്ങിയ കളയബരാതി കാര്യം, ശരീരം തുടങ്ങിയ ശുദ്ധ ജഡദൃശ്യങ്ങൾ പോലും, ശുദ്ധ ജഡദൃശ്യങ്ങൾ പോലും സദ്ഘനം, ഉണ്മ, കട്ടിപിടിച്ച ഉണ്മ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഉണ്മ ആരുടെ വക? ബ്രഹ്മത്തിന്റെ. ബ്രഹ്മത്തിനല്ലാതെ മറ്റൊന്നിനും ഉണ്മ ഉണ്ട് എന്ന അവസ്ഥ മറ്റൊന്നിനുമില്ല. ഈ ലോകത്ത് സകലതും അസ്ഥിതയാലാവൃത്തം, ഉണ്മയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അസ്ഥിതയാലിതാവൃത്തം. അതുകൊണ്ട് കളയവരാതി കാര്യം. ചിലർ ചോദിക്കാറുണ്ട്, മരിച്ചു കിടക്കുന്നു, ഈ മൃതശരീരത്തിൽ ബ്രഹ്മമുണ്ടോ? ബ്രഹ്മമേ ഉള്ളൂ. എന്താ കാര്യം? മൃതശരീരത്തെ നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു? ഉണ്ട് 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 എന്ന് അനുഭവിക്കുന്നു. ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്മയാണ്. ഉണ്മ ആരുടെ വക? ബ്രഹ്മത്തിന്റെ വക. അതുകൊണ്ട് മൃതശരീരത്തിൽ ബ്രഹ്മം ഇല്ല എന്നൊന്നും ഒട്ടും സംശയിച്ചു പോണ്ട. ഏത് മണൽത്തരിയിലും ബ്രഹ്മമുണ്ട്. എന്തുകൊണ്ട്? ഉണ്ട്, സദസ്ഥി എന്നിവണ്ണം ഉണ്ട് ഉണ്ട് എന്നിപ്രകാരം. ഇപ്രകാരം അനുപദം അസ്ഥിതയാലിതാവൃതം. അതുകൊണ്ട് സദ്ഘനം, ഉണ്മ ഘനീഭവിച്ചതാണ്. സദ്ഘനം അതിനാൽ കളേബരാതി കാര്യം. കളേബരം ശരീരം, ശരീരം തുടങ്ങിയ ശുദ്ധജലമായി കാണുന്ന സകലതും ഉണ്മയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിലെ ഓരോ പരമാണുവും ഓരോ ശക്തിസ്പന്ദനവും ഉണ്മയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉണ്മ ബ്രഹ്മത്തിന്റെ മാത്രം സ്വരൂപമാണ്. ഉണ്ട് എന്ന അനുഭവം ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ. ആ ഉണ്മയാൽ സകല ജഡദൃശ്യങ്ങൾ പോലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതെന്തിനു പറയുന്നു? ഇതിനെയൊക്കെ ബ്രഹ്മമായി കാണാൻ ഇനി എന്താ തടസ്സം?
ഉണ്ട് ഉണ്ട് എന്ന് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ ബ്രഹ്മം. എന്താ? ഉണ്മ. ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്മയുടെ അനുഭവമാണ്. ആ ഉണ്മ ബ്രഹ്മത്തിനല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ അനുഭവിക്കുന്ന ബോധം വേറെയല്ലേ? അത് സാരമില്ല, വേറെ ബോധം തന്നെ. പക്ഷേ മൺകട്ട ഉണ്ടെന്നല്ലേ അനുഭവിക്കുന്നത്? ആ ഉണ്ട് എന്ന അനുഭവം മൺകട്ടയിലല്ലേ? മൺകട്ടയിലാണ് ഉണ്ട് എന്ന് വേറൊരാൾ അനുഭവിക്കുന്നത്, ജീവൻ അനുഭവിക്കുന്നത്. ആ ഉണ്ട് എന്നുള്ളത് ബ്രഹ്മത്തിന്റെ മാത്രം വകയാണ്. അതുകൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ ബ്രഹ്മമായി കാണാൻ ഒന്നാം തരം യുക്തിയാണ് വേദാന്തത്തിൽ ഇത് വളരെ വിശദീകരിച്ച് പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. മായ ആനന്ദാനുഭവതലത്തിൽ സത്ത് ചിത്ത് ആനന്ദം മൂന്നും ഒരുമിച്ച് അനുഭവിക്കുന്നു. ഭയം ക്രോധം തുടങ്ങിയ വികാരങ്ങളിൽ ആനന്ദത്തെ മാറ്റി നിർത്തിയിട്ട് സത്തിനെയും ചിത്തിനെയും അനുഭവിക്കുന്നു. ശുദ്ധജലത്തിൽ ആനന്ദത്തെയും ബോധത്തെയും മാറ്റിയിട്ട് സത്തിനെയും ആനന്ദത്തെയും ചിത്തിനെയും മാറ്റിയിട്ട് സത്തിനെ മാത്രം അനുഭവിക്കുന്നു. മൈക്കുണ്ട് ഉണ്ട് എന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മൈക്ക് ബ്രഹ്മമാണ്. എന്താ കാര്യം? മൈക്കിൽ അനുഭവിക്കുന്ന ഉണ്ട് ഉണ്മ ബ്രഹ്മത്തിനല്ലാതെ മറ്റൊന്നിനുമില്ല. ആ ഉണ്മയെ മറയ്ക്കാൻ മായയ്ക്ക് കഴിയുന്നില്ല. മായയ്ക്ക് സത്യസ്ഥിതിയെ പൂർണ്ണമായി ഒരിടത്തും മറയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മായ ഉണ്ട്, സത്യം മറഞ്ഞുപോയിരിക്കുന്നു. അങ്ങനെ ഒന്നും രക്ഷപ്പെടേണ്ട. നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മമായി കാണാൻ ഒരൊറ്റ യുക്തി മതി. ജഗത്തിനെ ഉണ്ടെന്നല്ലേ അനുഭവിക്കുന്നത്? പ്രത്യേകമായി അതുള്ളതാണെന്ന് തോന്നുമ്പോൾ ഭ്രമമാണ്. പക്ഷേ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. തത്വചിന്തയിൽ ഉറപ്പുവന്നയാൾ ഈ ജഗത്തിനെ മുഴുവൻ ഒന്നായി ബ്രഹ്മമായി കാണും. എങ്ങനെ? ഉണ്ട് എന്നല്ലേ ഏത് വസ്തുവിനെയും അനുഭവിക്കുന്നത്? ആ ഉണ്ട് എന്ന അനുഭവം ഉണ്മയുടെ അനുഭവമാണ്. ഉണ്മ ബ്രഹ്മത്തിന്റെ മാത്രം വകയാണ്. അതുകൊണ്ട് ജഡത്തിൽ പോലും ബ്രഹ്മത്തെ പൂർണ്ണമായി മറയ്ക്കാൻ മായയ്ക്ക് സാധിച്ചിട്ടില്ല. മായ കുറെയൊക്കെ സത്യത്തെ മറച്ചിട്ടാണ് ഈ വിക്ഷേപ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. ആവരണം മറയ്ക്കലാണ്. ആദ്യം മറച്ചിട്ട് പിന്നെ വിക്ഷേപം, പുതിയ കാഴ്ചകളെ ഉണ്ടാക്കി കാണിക്കുന്നു. പക്ഷെ അവിടെ പോലും മായയ്ക്ക് സത്യത്തെ പൂർണ്ണമായി മറയ്ക്കാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് മായ ഇരിക്കട്ടെ, നമുക്ക് ഈ ജഗത്തിനെ ബ്രഹ്മമായി കാണാൻ എന്താ തടസ്സം? ഏതു വസ്തുവും ഉണ്ട് എന്ന് അനുഭവിക്കുമ്പോൾ ഓർമ്മിക്കുക, ഈ ഉണ്ട് എന്ന ഉണ്മയുടെ അനുഭവം ആ വസ്തുവിലുണ്ടെങ്കിൽ അതെവിടെ നിന്ന് കിട്ടി? ബ്രഹ്മത്തിൽ. ഉണ്മയുടെ അനുഭവം ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ. ഞാനൊന്നുകൂടെ ശ്ലോകം വായിക്കാം. അനൃതം കള്ളം ഒരസ്ഥിതയെ മറയ്ക്കുകയില്ല, സത്യസ്ഥിതിയെ പൂർണ്ണമായും മറയ്ക്കുകയില്ല എന്ന അനുഭവമുണ്ട് എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നു. ഓരോ നിമിഷവും അനുഭവിക്കുന്നു. എന്ത്? സദസ്തി എന്നിവണ്ണം ഉണ്ട് എന്നിവണ്ണം അനുപദം ഓരോ ചുവടുവയ്പിലും അസ്ഥിതയാലിതാവൃത്തം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്മയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉണ്മ ആരുടെ വക? ബ്രഹ്മത്തിന്റെ മാത്രം. അസ്ഥിതയാലിതാവൃതം സദ്ഘനം അതിനാല കളേബരാദി കാര്യം ശുദ്ധജഡമെന്ന് തോന്നുന്ന ശരീരം തുടങ്ങിയ കാഴ്ചകൾ പോലും അതുകൊണ്ട് സദ്ഘനം ഉണ്മ ഘനീഭവിച്ചതാണ്, ബ്രഹ്മം ഘനീഭവിച്ചിരിക്കുകയാണ് എന്ന് കാണേണ്ടതാണ്. ഛാന്തോക്യ ഉപനിഷത്തിലൊക്കെ ബ്രഹ്മത്തെ സത്തെന്ന് പറഞ്ഞ് മാത്രമാണ് നിരൂപണം ചെയ്യുന്നത്. സദൈവ സൗമ്യ ഇതം അഗ്രേ ആസീത്. കുഞ്ഞെ,
സത്ത് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. സത്തെന്ന് പറഞ്ഞാൽ ഉണ്മ. അപ്പോൾ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തിൽ ഉണ്മയ്ക്ക് മറ്റു രണ്ടിനെയും പോലെ തന്നെ പ്രാധാന്യമുണ്ട്. എന്തും ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്നത് അത് ബ്രഹ്മമായതുകൊണ്ട് മാത്രം. ഇനി ഈ ജഗത്തിനെ സർവം ബ്രഹ്മമയം എന്നനുഭവിക്കാൻ എന്താ തടസ്സം? ഉണ്ട് എന്നനുഭവിക്കുമ്പോൾ ഓർമ്മിക്കുക, പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലെ പ്രിയം അജം അവ്യയം അപ്രമേയം ഏകാദ്വയം ഇതു താൻ സുഖമാർന്നു നിന്നിടുന്നു. അത് ഇനിയും ഈ സത്യാനുഭവത്തിൽ ഈ സത്യത്തെ അനുഭവിക്കാൻ രാപകൽ സകല ജീവികളും സദാ യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. 91 92 പദ്യങ്ങളിലെ ആശയം ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. 21, 22 പദ്യങ്ങളിലെ വ്യാഖ്യാനം നോക്കുക. പ്രിയം, ഏറ്റവും പ്രിയമായ വസ്തുവേത് മനുഷ്യനെന്നല്ല ഏത് ജീവിക്കും പ്രിയതമമായ വസ്തു ആത്മാവാണ്. എന്തുകൊണ്ട്? ആനന്ദം. ഈ ജഗത്തിൽ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാ ചെയ്തിടുന്നു. സകലരും സകല കർമ്മവും എന്തിനു ചെയ്യുന്നു? ആത്മസുഖം. എനിക്ക് സുഖം കിട്ടണം. ഒരു ചാവേർപ്പടയാളി മറ്റുള്ളവരെ കൊല്ലുന്നത് പോലും എനിക്ക് സുഖം വേണം. താനും മരിക്കും, സാരമില്ല, എന്നാലും കൊന്നില്ലെങ്കിൽ എനിക്ക് സുഖമില്ല. എന്തിനാത്മഹത്യ ചെയ്യുന്നു? കടക്കിണി വർദ്ധിച്ച് ഒരാൾ ആത്മഹത്യയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്, ശരീരത്യാഗമാണ്. ആത്മാവിന് ആ ശരീരം പേര് നടക്കാൻ ഇനി വയ്യ. ആ ശരീരം കളഞ്ഞാൽ ഈ ദുഃഖം പോകും. അതിനാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്തിനാത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആത്മസുഖത്തിനാണ്. ഈ ശരീരം ഒരു സുഖവും ആത്മാവിന് കൊടുക്കുന്നില്ല. കടം കയറി വർദ്ധിച്ചും മറ്റു പല കാരണങ്ങളാലും ആത്മാവിന് സുഖം കിട്ടുന്നില്ല. വളരെ വിസ്തരിച്ച് ഇക്കാര്യം ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനെ പ്രിയപ്പെടുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ആത്മസുഖത്തിനു വേണ്ടി, അല്ലാതെ ഭർത്താവ് സുഖിച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ല. എങ്കിലും ഭർത്താവിന് സുഖപ്രദമായ പലതും ഭാര്യ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അത് ഭർത്താവ് ഉണ്ടായിരിക്കേണ്ടത് തന്റെ ആത്മസുഖത്തിന് ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏതാണ്ടൊക്കെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോയില്ലെങ്കിൽ ഭാര്യയ്ക്ക് പിന്നെ ആത്മസുഖം എവിടെ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ സുഖിച്ചോട്ടെ എന്ന് കരുതിയല്ല, തന്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഇത് വളരെ വിശദമായി നമ്മൾ 21-ാം പദ്യത്തിലും മറ്റും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടം. എന്തിന് മനുഷ്യൻ ഈശ്വരനെ ഭജിക്കുന്നത് പോലും ഈശ്വരനല്പം സുഖം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണോ? അദ്ദേഹത്തിന് നമ്മളിൽ നിന്ന് വല്ല സുഖത്തിന്റെയും കാര്യമുണ്ടോ? ഈശ്വരനെ ഭജിക്കുന്ന ഗുരുവായൂരപ്പനായിരിക്കുന്നത് ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, തന്റെ ആത്മാവിനോടുള്ള സ്നേഹം. തനിക്ക് സുഖം കിട്ടണം. സുഖം കിട്ടിയില്ലെന്ന് വെച്ചാൽ ഏത് ഗുരുവായൂരപ്പൻ? ഒരു ഗുരുവായൂരപ്പനുമില്ല, ഒരു ഈശ്വരനുമില്ല. സകല ഈശ്വര ഭജനങ്ങളും അവനവന്റെ സുഖത്തിനു വേണ്ടി നടത്തപ്പെടുന്നു. ഒരാൾ പണമുണ്ടാക്കുന്നു, പണം സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണോ? താഴോട്ട് വരുമ്പോൾ അത്യന്തം സ്പഷ്ടം. ആത്മസുഖത്തിനാണ് പണം നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലര് ഈ വാദഗതിയെ എതിർത്തു വരും. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭർത്താവിന്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഭാര്യയുടെ സുഖത്തിന് വേണ്ടിയല്ല എന്ന് പറയുന്നിടത്ത് ചിലർ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം ആത്മാവിന് വേണ്ടിയാണെന്നാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ
എന്റെ ആത്മാവിന് വേണ്ടിയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നർത്ഥം. എങ്ങനെ അറിയാം? തന്റെ ആത്മസുഖത്തിന് തടസ്സമെന്ന് കണ്ടാൽ ഭാര്യ പിന്നെ ഭാര്യയല്ലെന്ന് മാത്രമല്ല ശത്രുവായി മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെ ധാരാളം നമ്മൾ എവിടെയും കാണുന്നില്ലേ? പണം പോലും എന്തുകൊണ്ട് ഈ വലിയ പണക്കെട്ടുകളൊക്കെ ചാക്കുകളൊക്കെ ചില ക്ഷേത്രങ്ങളിലെ തിരുപ്പതിയിലും മറ്റും ഭണ്ഡാരത്തിൽ കൊണ്ട് ആ പണം ഭാരമായി തോന്നി. ഇനി അത് വച്ചുകൊണ്ടിരുന്ന ദുഃഖം എന്നാൽ എവിടെയെങ്കിലും കൊണ്ട് കളയാം എന്ന് വിചാരിച്ച് കളയുന്നവരുണ്ട്. ഇപ്പൊ കുറെ പേർ കപ്പലിൽ സഞ്ചരിക്കുന്നു. ആ കപ്പൽ മുങ്ങുമെന്ന അവസ്ഥയായി. കപ്പലിൽ വലിയ വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മുങ്ങുമെന്ന് വന്നാൽ എന്തും വലിച്ച് കടലിലെറിയും, തനിക്ക് രക്ഷപ്പെടണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇതൊരു ജീവിത രഹസ്യമാണ്. അതുകൊണ്ട് ഒരു ദോഷവുമില്ലേ. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നു. ആത്മസുഖത്തിനു വേണ്ടിയാണ് എല്ലാവരും എല്ലാ കർമ്മവും ചെയ്യുന്നത്. ഒരു അമീബ ചലിക്കുന്നെങ്കിൽ ആത്മസുഖത്തിനു വേണ്ടിയാണ്. പക്ഷേ ഈ പുറമേയുള്ള ചലനം കൊണ്ടൊന്നും ആത്മസുഖം കാര്യമായി കിട്ടില്ല. അതുകൊണ്ടല്ലയോ മൈത്രേയി ഒരു കാര്യം ചെയ്യൂ, ആത്മാവ് എന്താണെന്ന് അറിവുള്ളവരിൽ നിന്നും ഗ്രഹിക്കൂ. ആത്മാവ് അരെ ശ്രോതവ്യോ മന്ദവ്യോ നിരിച്ഛാസിതവ്യ. ആത്മാവിനെ കുറിച്ച് അറിയാവുന്നവരിൽ നിന്നും കേൾക്കൂ. എന്ന് പറഞ്ഞാൽ അത് ആനന്ദഘനമാണ്, നമ്മൾ തന്നെ അതാണ്. ഇന്ന് നമുക്ക് ആ ആനന്ദം സുഖം അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത് ഒട്ടേറെ മറകളുള്ളതുകൊണ്ടാണ്. ഭേദചിന്തയും രാഗദ്വേഷവുമാണ് മറകൾ. അത് മാറ്റിയാൽ ആത്മസുഖം നിർലോഭമായി ലഭിക്കും. അല്ലാതെ ആത്മസുഖത്തിനു വേണ്ടി പുറമേയുള്ള ജഡങ്ങളുടെ പിന്നാലെ നടന്നാൽ സുഖം കാര്യമായി കിട്ടിയില്ലെന്ന് മാത്രമല്ല ദുഃഖം വർദ്ധിക്കുകയും ചെയ്യും. ഈ കാര്യമൊക്കെ ഒന്ന് ഗ്രഹിക്കൂ. ഗ്രഹിച്ചാൽ ആത്മസുഖം സ്വതന്ത്രമായി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ എപ്പോഴും അനുഭവിക്കാനുള്ള കരുത്ത് വന്നു ചേരും. എന്തായാലും ഗുരുദേവൻ പറയുന്നു, പ്രതിവിഷയം പ്രതി ചെയ്തിടും പ്രയത്നം. ഓരോ വിഷയവും നേടി ആത്മസുഖം സമ്പാദിക്കാനാണ് ശ്രമം. ഓരോ വിഷയവും പണം ഉണ്ടാക്കി ആത്മസുഖം കിട്ടിയില്ല, ഇനി ആ പണം കൊണ്ട് വീട് വെച്ചാൽ ആത്മസുഖം കിട്ടും. വീട് വെച്ചു, ആത്മസുഖം കിട്ടിയോ? കാര്യമായിട്ട് കിട്ടിയില്ല. എന്നാൽ ഇനി അടുത്തത് കാർ വാങ്ങാൻ. അങ്ങനെ പോകുന്നു. പ്രതിവിഷയം പ്രതി ചെയ്തിടും പ്രയത്നം. ഒരു വിഷയം സുഖം തരുമെന്ന് പറഞ്ഞ് നേടി, പക്ഷെ സുഖം കിട്ടുന്നില്ല കാര്യമായി. ഉടനെ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വന്നാണ് ഭൗതികമായി നേടാവുന്ന എല്ലാ വിഷയങ്ങളും നേടി, പക്ഷെ കാര്യമായ സുഖം കിട്ടിയില്ല. ഇനി എന്താ മാർഗം? ഇനി മദ്യമോ അല്ലെങ്കിൽ മരുന്നോ ഒക്കെ അംഗീകരിക്കുക. അങ്ങനെ ഇന്ന് മിക്കവാറും ആ രംഗത്തിലേക്ക് മനുഷ്യൻ ചെന്നെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോ പത്രത്തിൽ കണ്ടു, മരുന്നിൽ പോലും വിഷം ചേർക്കുന്നു എന്നാണ്. എലി വിഷം ചേർത്താണ് ഇന്നലത്തേനകത്തൊന്നും മറ്റോ പത്രത്തിലുണ്ട്. ഈ ചില മയക്കുമരുന്നുകളുണ്ടല്ലോ, അതിൽ പോലും ഈ എലി വിഷം ചേർത്ത് കൂടുതൽ മയക്കിയാണ് ഇന്ന് മനുഷ്യൻ സുഖത്തിനു വേണ്ടി എത്തിക്കുന്നത്. എന്തായാലും ഓരോ വിഷയവും നേടാൻ ശ്രമിക്കുന്നത് സുഖത്തിനു വേണ്ടിയാണ്. പ്രതിവിഷയം പ്രതി ചെയ്തിടും പ്രയത്നം. എനിക്ക് സുഖം വേണം. ഈ മദ്യം സേവിച്ചാലും വേണ്ടില്ല, മരുന്ന് സേവിച്ചാലും വേണ്ടില്ല, സുഖം വേണം എന്ന് പറഞ്ഞാൽ സുഖം തന്റെ പരമലക്ഷ്യം ഈ സുഖമാണ്. വേറെ ഒന്നും പ്രശ്നമല്ല. അതിനുവേണ്ടിയാണ് ഏതു വിഷയത്തെയും മാറ്റിയിട്ട് മറ്റൊരു വിഷയത്തെ അന്വേഷിക്കുന്നത്. അങ്ങനെ പ്രതിവിഷയം പ്രതി ഓരോ വിഷയവും സമ്പാദിക്കാനുള്ള ചെയ്തിടും പ്രയത്നം, അത് നേടാനുള്ള പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ അതങ്ങനെ തുടരുകയാണ്. മരണശയ്യയിൽ പോലും എന്തെങ്കിലും വിഷയങ്ങൾ സമ്പാദിച്ച് സുഖിക്കാനാണ് ആഗ്രഹം. അപ്പൊ ലക്ഷ്യമെന്താ? സുഖം.
സുഖം 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 സുഖം. എന്ത് പ്രവൃത്തി ആര് ചെയ്യുന്നതും ഈ സുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് തീരുമാനിക്കാമല്ലോ. പ്രിയം ആദ്യം, പ്രിയം എന്ന് വെച്ചാൽ സുഖം. പ്രിയം ആദ്യം, അവ്യയം അപ്രമേയം ഒന്ന്. ആ ഒന്ന് പ്രിയം, ആനന്ദം, അത് ജനിക്കാത്തതാണ്. പ്രിയം ജനിക്കുന്നതല്ല. എന്തുകൊണ്ട്? സുഖം സുഖം സുഖം. അതിനുവേണ്ടി മാത്രം. ജനിക്കുന്നത് സുഖം തരില്ല, മരിക്കുന്നതും സുഖം തരില്ല. തനിക്ക് സുഖമാണ് വേണ്ടത് എന്ന് രാപകൽ പൂർണ്ണ സുഖം ഒരാൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അത് ജനിക്കുന്നതല്ല എന്നയാൾക്ക് ഉറപ്പുണ്ട്. കാരണം ജനിക്കുന്നതൊന്നും സുഖം തരാൻ സാധ്യമല്ല. ജനിക്കുന്നത് മുതൽ മരണത്തിന്റെ ഭയം പോലുണ്ട്. എങ്ങനെ അസുഖം കിട്ടുക? അപ്പോ ഈ സുഖം മാത്രം ജനിക്കുന്നതല്ല. ജനിക്കുന്നതായിരുന്നെങ്കിൽ അതിനുവേണ്ടി രാപകൽ ഒരു മാറ്റവുമില്ലാതെ സകലരും യത്നം ചെയ്തുകൊണ്ടിരിക്കയില്ല. അപ്പോൾ സകലർക്കും അറിഞ്ഞോ അറിയാതെയോ ബോധ്യമുണ്ട്, ജനിക്കാത്ത ഒരു സുഖമുണ്ട്, മരിക്കാത്ത ഒരു സുഖമുണ്ട്. നമുക്കത് കിട്ടണം. അത് കിട്ടാനാണ് ശ്രമം. പക്ഷെ ശ്രമം വേണ്ട വഴിക്കല്ലാത്തതുകൊണ്ട് അത് കിട്ടുന്നില്ല. അത്രയേ ഉള്ളൂ. പ്രിയം, അതുകൊണ്ട് പ്രിയം അജം, സുഖം ജനിക്കാത്തതാണ്. സുഖമാണ് ബ്രഹ്മം, സച്ചിദാനന്ദം ബ്രഹ്മ. ബ്രഹ്മാനന്ദം ജനിക്കുന്നതല്ല. ജനിക്കുന്നതായിരുന്നെങ്കിൽ അത് നേടാൻ വേണ്ടി സകല ജനങ്ങളും യത്നിക്കുമായിരുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ സുഖം ജനനമോ മരണമോ ഇല്ലാത്ത ആനന്ദമാണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ ബോധ്യമുള്ളതുകൊണ്ടാണ് അമീബ ഉൾപ്പെടെയുള്ള ജീവികൾ ആത്മസുഖം കിട്ടാൻ വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എപ്പോഴും ചലിക്കുന്നത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയം ആജം അവ്യയം, കുറവ് വരാത്തത്, നശിക്കാത്തത്. കുറവ് വരുന്നത് സുഖമാവില്ല. എല്ലാവരും എപ്പോഴും സുഖത്തിനു വേണ്ടി യത്നിക്കുന്നതുകൊണ്ട് പൂർണ്ണ സുഖം ജനിക്കാത്തതാണ്. അജം അവ്യയം, കുറവ് വരാത്തതാണ്. അപ്രമേയം, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതാണ്. അതാണ് ബ്രഹ്മം. പൂർണ്ണമായ ആനന്ദമാണ് ബ്രഹ്മം. അത് അപ്രമേയമാണ്. അതായത് ആ സുഖം ഇന്ദ്രിയങ്ങൾ കൊണ്ടെങ്ങനെ കണ്ടെത്തും? ഇന്ദ്രിയങ്ങൾക്ക് വിഷയത്തെ കാണിച്ചു തരാം. ആ വിഷയത്തെ ആശ്രയിച്ച് സുഖം നേടാനാണ് എല്ലാ ജീവികളുടെയും യത്നം, എപ്പോഴുമുള്ള യത്നം. അതുകൊണ്ട് പ്രിയം, സുഖം, ആനന്ദം അജമാണ്, അവ്യയമാണ്, അപ്രമേയമാണ്, ഏക അദ്വയം, ഒന്ന്, രണ്ടില്ലാത്ത ഒന്ന്. ഏക അദ്വയം, ഒന്ന്, രണ്ടില്ലാത്തത്. എങ്ങനെ അറിയാം? എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ സുഖം, പല സുഖങ്ങളല്ല. നമുക്ക് തോന്നും പലതും. അത് വിഷയങ്ങൾ അംഗീകരിക്കുന്ന വിഷയങ്ങളുടെ ഭേദം നിമിത്തം ഉണ്ടാകുന്ന ഭ്രമമാണ്. പക്ഷേ ആ വിഷയങ്ങളിൽ പോലും അനുഭവിക്കുന്ന സുഖത്തിന് എന്താ രണ്ടല്ലോ. എല്ലാവരും, ഏത് ജീവിയും അനുഭവിക്കുന്ന സുഖം ഒന്നാണ്. മറ്റൊരു തെളിവും കൂടെ ഉണ്ട്. ഉറക്കത്തിൽ കടുവായും കള്ളനും സന്യാസിയും ചക്രവർത്തിയും ഒക്കെ അനുഭവിക്കുന്നത് ഒരേ സുഖം. ഉറക്കം ജീവന്റെ ബ്രഹ്മപ്രാപ്തി ആണെന്നാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. ജീവൻ ദിവസേന ഏകാദ്വയം അപ്രമേയമായ സുഖമനുഭവിക്കുന്നു ഉറക്കത്തിൽ ഉറങ്ങുന്നതാരായാലും അനുഭവിക്കുന്ന സുഖം തുല്യം. ഏക അദ്വയം അപ്രമേയം. ഉണർന്നു വരുമ്പോഴാണ് ഉപാധികളുടെ വ്യത്യാസം കൊണ്ട് സുഖത്തിനും മറ്റും മാറ്റമുണ്ടെന്ന് തോന്നുന്നത്. ചുരുക്കത്തിൽ ആനന്ദം, ബ്രഹ്മാനന്ദം, സുഖം, അത് ഏക അദ്വയം
അപ്രമേയം ഏകാദ്വയം ഇതുതാൻ സുഖമാർന്നു നിന്നിടുന്നു. ഇതുതന്നെയാണ് ഈ പ്രിയം. ഓരോരുത്തർക്കും പ്രിയത്തിനു വേണ്ടിയാണല്ലോ പ്രയത്നം. ആ പ്രിയം തന്നെയാണ് അവരുടെ ലക്ഷ്യമായ സുഖം, ബ്രഹ്മമായി വർത്തിക്കുന്നത്. അതുതാൻ സുഖമാർന്നു നിന്നിടുന്നു. ഈ പ്രിയം രാപകൽ സകല ജീവികളും ഏതൊരു പ്രിയത്തിനു വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ പ്രിയം തന്നെയാണ് പൂർണ്ണ സുഖമായി ബ്രഹ്മമായി വിലസുന്ന സത്യം. അത് വേണ്ട പോലെ ആത്മാവിനെക്കുറിച്ച് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് ആത്മസുഖം എങ്ങനെ നേടണം എന്ന് അതനുഭവിച്ച് ധന്യരായിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ആർക്കും ഈ അദ്വയം ആയ പ്രിയം, സുഖം നേടിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല. എന്തിന്? ഈ അദ്വയമായ സുഖം വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും. ഈ സുഖം നിത്യമാണ്, അതിന് നാശമേ ഇല്ല. എങ്ങനെ അറിയാം? ഈ സുഖം നേടാനുള്ള ശ്രമം ഒരിടത്തും കുറയുന്നില്ല, ആരിലും കുറയുന്നില്ല. സൂര്യചന്ദ്രന്മാരിലും ഒരു ഉറുമ്പിലും. അതും പ്രയത്നിക്കുകയാണ്, രാപകലിഴയുകയാണ്. എന്തിനാണ്? സുഖം നേടാൻ മാത്രം. വ്യയമണിയാതെ, ഒരു കുറവും വരാതെ വെളിക്ക് വേല ചെയ്യും, പുറമേ കർമ്മം ചെയ്യുകയാണ്. എന്തിന്? സുഖിക്കാൻ. അല്ലെന്ന് ആരെങ്കിലും പറയുമോ? എന്തിന് കർമ്മം ചെയ്യുന്നു? സുഖിക്കാൻ. അതുകൊണ്ട് ഈ സുഖം നിയമം ഇരിപ്പതുകൊണ്ട് നിത്യമാകും. സകല ചലനങ്ങളും, പ്രപഞ്ചത്തിലെ സകല ചലനങ്ങളും സുഖത്തെ ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശുദ്ധമായ സുഖം, ശുദ്ധമായ ബോധം, ശുദ്ധമായ ഉണ്മ, ഇത് മൂന്നും ഒന്നാണ്. ഇത് മൂന്നും ബ്രഹ്മത്തിന്റെ ഭാഗങ്ങളാണ്. ദുഃഖമോചനം, ഇതാണ് മോക്ഷം. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഈ നിമിഷം മുതൽ ദുഃഖിക്കുകയില്ല എന്നുറപ്പാക്കൂ മോക്ഷം. ഇത് പരലോകത്ത് പോയി നേടേണ്ടതല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, പൂർണ്ണമായ ദുഃഖമോചനം. മോക്ഷം എന്ന് വെച്ചാൽ മോചനം. എന്തിനാ മോചനം കിട്ടേണ്ടത്? ദുഃഖത്തിൽ നിന്നാണ്. കർമ്മം ദുഃഖമാണ്. കർമ്മം, ആ കർമ്മത്തിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത്. അതിനാണ് എല്ലാവരും യത്നിക്കുന്നത്. പക്ഷേ കർമ്മത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നതിന് കൂടുതൽ കർമ്മം ചെയ്യുകയാണ്. സത്യം ഉറപ്പാക്കാതെ കൂടുതൽ കർമ്മം ചെയ്യുന്നു. ഭാഗവതം പറയുമല്ലോ, ആമയോ യശ്ചഭൂതാനാം ജായത്തെ യേന സുവ്രത തദേവ ഹ്യാമയം ദ്രവ്യം ന ഭുനാതി ചികിത്സിതം. ഒരാൾക്ക് സുഖക്കേട് വന്നു, എന്താ നെയ്യ് അളവിൽ കവിഞ്ഞ് കഴിച്ചു, ആകെ കൂടി വയറ്റിളക്കും സോക്കേടൊക്കെ വന്നു. നെയ്യ് തന്നെ വീണ്ടും കൊടുത്താലോ സോക്കേട് കൂടുകയല്ലേ ഉള്ളൂ. നേരെ മറിച്ച് അതിന് വ്യക്തമായ ചികിത്സ ചെയ്യണം, സോക്കേട് മാറിക്കിട്ടും. അതുപോലെ കർമ്മബന്ധം മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മരിക്കാൻ കിടക്കുമ്പോഴും കർമ്മം ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്നതിപ്പോൾ അതാണ്. പക്ഷെ അതുകൊണ്ട് സുഖം കിട്ടുമോ? മരിക്കാൻ കിടക്കുമോ? ചെയ്ത കർമ്മങ്ങളൊന്നും പോരാ. ഇനിയിപ്പോ ആ ശരീരം കൊണ്ട് കർമ്മം ചെയ്യാനും പറ്റില്ല. അവിടെയാണ് കർമ്മം ബന്ധമാണ് എന്ന് വ്യക്തമായി തെളിയുന്നത്. ഒരു ശരീരത്തിന് ഇനി അനങ്ങാൻ വയ്യ, പക്ഷെ നിരവധി കർമ്മങ്ങൾ ചെയ്യാൻ വീണ്ടും ആഗ്രഹം. അപ്പോൾ കർമ്മം ബന്ധമാണോ? കടുത്ത ബന്ധം കർമ്മമാണ്. മറ്റെല്ലാ ബന്ധങ്ങളും, വീടിനോടുള്ള ബന്ധം, കുടുംബാംഗങ്ങളോടുള്ള ബന്ധം, ഈ ശരീരത്തോടുള്ള ബന്ധം പോലും ഉണ്ടാക്കി തീർത്തിരിക്കുന്നത് കർമ്മമാണ്. ഈ കർമ്മം വെറും മായ, ഇല്ലാത്തതാണ്. ബ്രഹ്മം നിശ്ചലമാണ്, നിശ്ചലമായ ആനന്ദം.
അത് ഈ കർമ്മചലനം ഒഴിഞ്ഞു പോയാലേ കിട്ടൂ. ഒഴിഞ്ഞു പോവുക എന്ന് വെച്ചാൽ കർമ്മചലനം ഇല്ലാത്തതാണ്, മരുഭൂമിയിലെ വെള്ളം പോലെ കാണുന്നതാണ് എന്നുറപ്പുവരുത്തി മനസ്സിനെ രാഗദ്വേഷ വിമുക്തമാക്കണം. അതാണ് കർമ്മചലനം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു, പക്ഷെ എനിക്കൊന്നിനോടും രാഗവുമില്ല ദ്വേഷവുമില്ല. അപ്പോ ശരീരം ചലിച്ചാലും ആ കർമ്മത്തോട് എനിക്ക് ബന്ധമില്ല. ബന്ധമില്ലെന്ന് വന്നാൽ ശരീരം ചലിക്കുമ്പോൾ എങ്ങനെ ചലിച്ചാലും നല്ല സുഖം. ശരീരം ജലം കർമ്മം അതതിന്റെ പാട് നോക്കട്ടെ, എനിക്കെന്താ, ഞാൻ ശരീരമല്ല, ഞാൻ നിശ്ചലമായ ആനന്ദമാണ് എന്നുറപ്പുള്ള ഒരു ജീവൻ മുക്തന് ആ ശരീരം പിന്നെ എങ്ങനെ ചലിച്ചാലും പ്രശ്നമല്ല. കൃഷ്ണൻ തന്നെ പറയുമേ, യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധ്രി യസ്യ ന ലിപ്യത്തെ ഹത്വാ വിസയിമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യത്തെ. ആർക്കാണോ അഹങ്കാരമില്ലാത്തത്, ഞാൻ ചെയ്യുന്നു എന്ന് കർമ്മത്തിൽ കർത്തൃഭാവമില്ലാത്തത്, ബുദ്ധിയസ്യ ന ലിപ്യത്തെ, ഒരു കർമ്മം ചെയ്തിട്ട് ഞാനത് ചെയ്തു ഞാൻ എന്ന് പറഞ്ഞ് അതുമായിട്ട് ആരുടെ ബുദ്ധിയാണോ സംഘബദ്ധമാകാത്തത്, ഹത്വാ വിസയിമാൻ ലോകാൻ, ഇത് ഗീതയാണ്. അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊന്നൊടുക്കിക്കോട്ടെ, നഹന്തി, അവൻ കൊല്ലുന്നില്ല. കാരണം അവനറിയാം ഇത് വെറും ഭ്രമമാണ്, കർമ്മം വെറും ഭ്രമം. ഭ്രമത്തിൽ ആരെ കൊല്ലാൻ, ആര് മരിക്കാൻ? ഹത്വാ വിസയിമാൻ ലോകാൻ നഹന്തി, കൊല്ലുന്നില്ല. ന നിബധ്യത്തെ, അവന് ബന്ധവും വരുന്നില്ല. ഇത് നല്ലവണ്ണം ഉറപ്പുവന്ന ആൾക്ക് അവ ഈ ബ്രഹ്മത്തെ അന്വേഷിക്കാനാണ് സകല കർമ്മങ്ങൾ നടത്തുന്നത്. ആ ബ്രഹ്മമാകട്ടെ ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് തന്നെ അന്വേഷണം ബ്രഹ്മത്തെക്കുറിച്ചാണെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ സുഖം? നിങ്ങൾ എന്തിന് കർമ്മം ചെയ്യുന്നു? എന്തിനാ സുഖം? ഈ സുഖം ബ്രഹ്മമാണെന്ന് പലർക്കും നിശ്ചയമില്ല, അതുകൊണ്ടാണ്. സുഖമാണ് ബ്രഹ്മം. കം ബ്രഹ്മ, ഖം ബ്രഹ്മ. കം എന്ന് വെച്ചാൽ സുഖം, സച്ചിദാനന്ദം, ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്. ആനന്ദമാണ് ബ്രഹ്മമെന്നുറപ്പ് വന്നു എന്നാണ് ഉപനിഷത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോ ഈ ആനന്ദത്തിന് എന്താ തെളിവുണ്ടെന്നുള്ളതിന് കർമ്മം ചെയ്യുന്നു എന്നുള്ളത് ആനന്ദമുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ബാഹ്യമായ തെളിവാണ്. ആര് കർമ്മം ചെയ്യുന്നുവോ അയാളെന്തിൽ കർമ്മം ചെയ്യുന്നു? ആനന്ദം വേണം. ഇല്ലാത്തത് വേണം ആഗ്രഹിക്കാൻ പറ്റുമോ? അതാണ് ഗുരുദേവൻ പറയുന്നത്, വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ട് ഒരു കുറവും വരാതെ രാപകൽ യത്നിക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷെ യത്നിക്കുന്നത് എന്തിന്? വാസ്തവത്തിൽ കിട്ടില്ല. പുറത്തിങ്ങനെ ലേശം പോലും കുറവ് വരാതെ എത്ര കർമ്മം ചെയ്താലും ബ്രഹ്മത്തെ കിട്ടില്ല. ശാസ്ത്രീയമായി തത്വവിചാരം ചെയ്ത് വസ്തു ഉറപ്പ് വന്നാൽ മാത്രമേ ബ്രഹ്മാനുഭവം സാധ്യമാവൂ. പക്ഷേ ഈ പുറമേയുള്ള കർമ്മം എന്ത് വിളിച്ചറിയിക്കുന്നു? ബ്രഹ്മമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നു. നിയതം വ്യയമറിയാതെ വെളിക്കു വേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട്, എവിടെയും ഇത് കാണുന്നതുകൊണ്ട്. സൂര്യൻ എന്തിനു ചുറ്റിത്തിരിയുന്നു? സുഖത്തിന്, ബ്രഹ്മത്തെ അന്വേഷിച്ച് ചുറ്റിത്തിരിയുന്നു. നിയമമിരിപ്പതുകൊണ്ടു നിത്യമാകും പ്രിയം അകമേ പിരിയാതെയുണ്ട്. ഇത് വളരെ വ്യക്തം. സൂര്യന്റെ ആയാലും അമീബയുടെ ആയാലും ഉള്ളിൽ നിത്യമായ സുഖമിരിക്കുന്നു ബ്രഹ്മം. എങ്ങനെ അറിയാം? അതിനെ കണ്ടുപിടിക്കാനാണ് ഈ ഓട്ടം. അല്ല, കസ്തൂരി തിരയും പോലെ കസ്തൂരിയുടെ മണം, കസ്തൂരിമാനിലാണ് കസ്തൂരി ഇരിക്കുന്നത്, അതിന്റെ മണം ഇങ്ങനെ വരുന്നു. പക്ഷെ തന്നിലിരിക്കുന്നു എന്ന് അതിനറിഞ്ഞുകൂടാ.
അതുകൊണ്ട് ഇങ്ങനെ അത് കൂടുതൽ ഇങ്ങനെ വരും മറ്റും ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാന്ന് വെച്ചാൽ കസ്തൂരി മണകുന്നു, അത് കണ്ടുപിടിക്കണം. പക്ഷെ തന്നിലാണ് ഇരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നില്ല. എങ്കിലും അതിന്റെ ചുറ്റിക്കറങ്ങൽ ഒരു കാര്യം തെളിയിക്കുന്നു, കസ്തൂരി അതിലുണ്ട്. ആ മൃഗത്തിൽ തന്നെ കസ്തൂരി ഉണ്ട്, പുറത്തൊന്നുമില്ലല്ലോ. കസ്തൂരി മൃഗത്തിൽ തന്നെ ഉണ്ട്. അത് കിട്ടാനാണ് ചുറ്റിത്തിരിയുന്നത്. അതുപോലെ മായാബദ്ധനായ മനുഷ്യൻ ബ്രഹ്മം എവിടെയിരിക്കുന്നു, അതിനെ എങ്ങനെ സമ്പാദിക്കാൻ കഴിയും എന്ന് യാതൊരു നിശ്ചയവുമില്ലാതെ, വ്യയം അണയാതെ, ഒരു കുറവും വരുത്താതെ വെളിക്കു വേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് ഇങ്ങനെ പുറമേ കർമ്മം 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 ഓടി നടക്കുകയാണ്. അതുകൊണ്ട് എന്ത് നിശ്ചയിക്കാം? നിത്യമാകും പ്രിയം അകമേ പിരിയാതെ, ഉള്ളിൽ ഒരിക്കലും വേർപെടാതെ നിത്യമാകും പ്രിയം ബ്രഹ്മം, നിത്യമാകും സുഖം അകമേ പിരിയാതെയുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നു. ഇതിന് ഈ ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. ഈ ക്രിയ ഉള്ളിൽ നിത്യമായ പ്രിയം ബ്രഹ്മം ഇരിപ്പുണ്ട് എന്നുള്ളതിന് പ്രത്യക്ഷമായ ചിഹ്നമാണ്. ഇപ്പോ എവിടെയെങ്കിലും പുക കണ്ടാൽ അതിന്റെ പിന്നിൽ അഗ്നിയുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് ഓർമ്മിക്കാൻ കഴിയുമല്ലോ. അതുപോലെ രാപകൽ പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവയിൽ തന്നെ നിത്യമായ ആനന്ദം, സുഖം ഇരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ഈ കർമ്മം അതിന് തെളിവാണ്. എന്തുകൊണ്ട്? എന്തിനു കർമ്മം ചെയ്യുന്നു? സുഖം, സുഖം കിട്ടാൻ. ഇതെവിടെ ഇരിക്കുന്നു? അവനവനിൽ തന്നെ ഉണ്ട്, അതറിയുന്നില്ല. കസ്തൂരിമാൻ കസ്തൂരിക്ക് വേമ്പുന്നത് പോലെ യാജ്ഞവൽക്കൻ മൈത്രേയിയോട് പറയുന്നത് അത് കേൾക്കൂ, എന്താണ് ആത്മാവെന്ന് കേൾക്കൂ, അതെവിടെ ഇരിക്കുന്നു എന്നറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കൂ, അതെങ്ങനെ കിട്ടും എന്ന് വ്യക്തമായി ധരിക്കൂ. എന്നിട്ട് സർവത്ര ആ സുഖത്തെ ധ്യാനിച്ചുറപ്പിക്കൂ. ഇത്രയും ചെയ്യാതെ രാപകൽ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ആ നിത്യസുഖം കിട്ടുകയില്ല. പക്ഷേ സാരമില്ല, കർമ്മം ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു, കർമ്മം ചെയ്യുന്നവരുടെ ഉള്ളിൽ നിത്യമായ ഒരിക്കലും വിട്ടുപോകാത്ത സുഖം, ആനന്ദം, ബ്രഹ്മം ഇരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്നു. ക്രിയയൊരു കേവല ബാഹ്യ ചിഹ്നം. സദാ നടത്തുന്ന കർമ്മം ഉള്ളിൽ നിത്യമായ സുഖം ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഒരടയാളമാണ്. ആര് എവിടെ ചെയ്യുന്ന കർമ്മവും അതാണ്. വ്യയം അണയാതെ വെളിക്കു വേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം അകമേ പിരിയാതെയുണ്ട്, ഒരിക്കലും വേർപെടാതിരിക്കുന്നു. ഇതിനെ ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. ബാഹ്യലിംഗം ചിഹ്നം. പുക പുറകെ തീയുണ്ടെന്നുള്ളതിന്റെ ചിഹ്നമായിരിക്കുന്നത് പോലെ ഈ കർമ്മം മുഴുവൻ ഒരിക്കലും വിരിയാതെ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ സ്ഥിരമായ സുഖം ഇരിപ്പുണ്ട് എന്നുള്ളതിന്റെ ചിഹ്നമാണ്. ക്രിയയൊരു കേവല ബാഹ്യലിംഗമാക്കും. പുറമേ കാണുന്നവരടയാളം. കർമ്മം വിളിച്ചറിയിക്കുന്നു. കർമ്മം ചെയ്യുന്ന ആളിന്റെ ഉള്ളിൽ ഒരിക്കലും വിട്ടുപോകാതെ നിത്യസുഖം ഇരിക്കുന്നു. എങ്ങനെ കർമ്മം വിളിച്ചറിയിക്കുന്നു? ഒറ്റ ചോദ്യം, നിങ്ങളെന്തിനു കർമ്മം ചെയ്യുന്നു? സുഖം. ഒരൊറ്റ ഉത്തരവും അതേ ഉള്ളൂ. ചിലരതല്ലെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയാണോ അല്ലെന്നൊക്കെ വായിച്ചേക്കാം. സൂക്ഷ്മമായി ആലോചിച്ച് നോക്കുക. ദുഃഖം സഹിക്കുന്നില്ല, ദുഃഖമോചനമല്ലേ? എന്തിനാ ഈ ശരീരത്തിലാണ് ദുഃഖം ഇരിക്കുന്നത്. അതിനെ അങ്ങ് ഒഴിവാക്കിയാൽ സുഖം കിട്ടും. സുഖം എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, അതൊക്കെ വേറെ കാര്യം. എങ്കിലും സുഖം കിട്ടാനാണ് ആത്മഹത്യ. ആത്മഹത്യ പോലും
ആത്മാവിനെ വേണ്ടവണ്ണം അറിയാതെ സുഖമന്വേഷിക്കുന്ന കർമ്മമാണ്. അപ്പോൾ കർമ്മം എവിടെ കാണുന്നുണ്ടോ അവിടെയൊക്കെ അതിന്റെ പിന്നിൽ നിത്യമായ ആനന്ദം, ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു എന്നറിയേണ്ടതാണ്. ഇങ്ങനെ ഇന്ന് നാം ചർച്ച ചെയ്ത ഈ പദ്യങ്ങളിലെല്ലാം ഗുരുദേവൻ ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമായി കാണാൻ എളുപ്പ വഴികൾ നിർദ്ദേശിക്കുകയാണ്. ഇവിടെ കാണുന്ന എന്തും സദ്ഘനമാണ്, ഉണ്ട് എന്ന അനുഭവമാണ്. അത് ബ്രഹ്മത്തിന്റെ മാത്രം വഴിയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തെ ബ്രഹ്മമായി കാണും. ഇനി കർമ്മം, ആര് ചെയ്യുന്ന ഏത് കർമ്മവും ഉള്ളിൽ സ്ഥിരമായ സുഖം, ബ്രഹ്മം ഇരിപ്പുണ്ടെന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ടും കർമ്മം എവിടെയൊക്കെ കാണുന്നു അവിടെ പിന്നിൽ ബ്രഹ്മമുണ്ടെന്ന് ഓർമ്മിക്കൂ. കർമ്മം ബ്രഹ്മം പുറകിലുണ്ടെന്നുള്ളതിനൊരു ചിഹ്നമാണ്. എങ്ങനെയാണോ പുക അഗ്നി ഉണ്ടെന്നുള്ളതിന് ചിഹ്നമായിരിക്കുന്നത്, അതുപോലെ ബ്രഹ്മമുണ്ടെന്നുള്ളതിനൊരു ചിഹ്നമാണ് കർമ്മം. അപ്പൊ എവിടെയൊക്കെ കർമ്മം കാണുന്നു, വായുവിൽ ചലന കർമ്മമുണ്ടെങ്കിൽ വായു തന്നിലിരിക്കുന്ന ബ്രഹ്മത്തെ അന്വേഷിച്ചാണ് ചലിക്കുന്നത്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഉപനിഷത്ത് പറയുന്നുണ്ട്, അഗ്നി ജ്വലിക്കുന്നുണ്ടെങ്കിൽ എന്താ, ആ സത്യത്തെ അന്വേഷിച്ചാണ് ജ്വലിക്കുന്നത്. അതുപോലെ എന്തും എവിടെയും. ഇങ്ങനെ ഇന്ന് എടുത്ത 4 പദ്യങ്ങളിലും ഗുരുദേവൻ വളരെ ലളിതമായി നമുക്കാർക്കും പിടികിട്ടത്തക്കവണ്ണം പ്രപഞ്ചത്തെ ബ്രഹ്മമായി കാണാൻ എന്തെന്തൊക്കെയാണ് യുക്തികൾ എന്ന് വളരെ വ്യക്തമായി വിസ്തരിച്ച് കേൾപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. നാളെ 5:30 മണി മുതൽ 6:30 മണി വരെ. അത് കഴിഞ്ഞ് വിഷുവാണ്. വിഷുവിനും അടുത്ത ദിവസവും ക്ലാസ് ഉണ്ടാവില്ല. ഇനി വെള്ളിയാഴ്ച, അതായത് 16-ാം തീയതി 14-ഉം 15-ഉം ക്ലാസ് കാണില്ല. നാളെ ഉണ്ട്. നാളെ 4 പദ്യം കൂടെ തീരും. പിന്നെ 4 പദ്യം വെള്ളിയാഴ്ച നമ്മൾ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ആത്മോപദേശം തീരുകയാണല്ലോ. ഞായറാഴ്ച ഏകശ്ലോകിയെക്കുറിച്ച് ഒരു ചർച്ച വിശദമായിട്ടിവിടെ ഉണ്ടാവും. 9:30 മുതൽ 10:30 വരെ. ഏകശ്ലോകി വളരെ ലളിതമായി വേദാന്ത തത്വം നമ്മെ ഗ്രഹിപ്പിച്ച് ആ സത്യം അനുഭവിക്കാൻ ഉള്ള മാർഗം ഒരൊറ്റ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ വിവരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായ ഒരു ചർച്ച ഇവിടെ നടത്തി അതിന്റെ CD എടുത്ത് കഴിയുന്നത്ര എല്ലാവരിലും എത്തിക്കാനുള്ള ഒരു പ്രയത്നമായിട്ട് ഞായറാഴ്ച ഇവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകും. മിക്കവാറും അത് കഴിഞ്ഞാൽ ഏതാനും ദിവസം തൽക്കാലം അവധി. അത് കഴിഞ്ഞ് വീണ്ടും ദർശനമാല ക്ലാസ് ഇവിടെ വെച്ച് തുടങ്ങും. അത് എത്ര ദിവസം ആയിരിക്കും എന്ന് ഞായറാഴ്ച അറിയിക്കും. ഈ സത്യം കേൾക്കാൻ മാത്രം പോരാ, അനുഭവിക്കാൻ നമ്മൾ ഒരുങ്ങണം. ഒരു പ്രയാസമില്ലല്ലോ. കുറേശ്ശെങ്കിലും സർവം ബ്രഹ്മമയം, ഈ യുക്തികൾ ഉപയോഗിച്ച് സർവം ബ്രഹ്മമയമെന്ന് ഉറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും കുറച്ചു നോക്കുക. സുഖം കിട്ടുന്നില്ലെങ്കിൽ വിട്ടുകളയുക. സ്വല്പമെങ്കിലും ഇത് ഉറപ്പിക്കുന്ന ആളിന് അതിരറ്റ ആശ്വാസം കിട്ടുമെന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ഗുരുദേവനും അതുതന്നെ ആവർത്തിച്ച് നമ്മോട് പറയുന്നു. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും പ്രണാമം.